ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ആപ്ലിക്കേഷൻ ഓഫ് FFT. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് DFT, അതായത് 2 റിയൽ സീക്വൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ DFT വെച്ച് എങ്ങനെ 2 റിയൽ സീക്വൻസിനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഓഫ് 2n പോയിൻറ്റ് റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2n ലെങ്ത് ഉള്ള ഒരു സീക്വൻസ് ആയിരിക്കും കൊടുത്തതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു DFT നമ്മളോട് DFT കാണാൻ ചോദിക്കുന്നത് FFT അൽഗോരിതം വെച്ച് തന്നെ, പക്ഷേ നമ്മുടെ കയ്യിൽ 8 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് 8 പോയിൻറ്റ് വെച്ചല്ല കണ്ടുപിടിക്കേണ്ടത്, യൂസിങ് 4 പോയിൻറ്റ്, അതായത് 4 പകുതി വെച്ച് ചെയ്യാൻ ചോദിക്കും. അതായത് എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഓഫ് 2n പോയിൻറ്റ് റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 2n പോയിൻറ്റ് സീക്വൻസിനെ 2n വെച്ച് കണ്ടുപിടിക്കാതെ n പോയിൻറ്റ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം. അതിപ്പോൾ ഞാനൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇതിൻ്റെ തിയറി ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിൻ്റെ. അതാണ് എഴുതുന്നത്. സപ്പോസ് ദാറ്റ് G of n is a real valued sequence of 2n points. In order to obtain 2n point DFT from n point DFT, we define x1 of n equal to G of 2n and x2 of n equal to G of 2n plus 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കൊടുത്തങ്ങനെ 2n പോയിൻറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് n is equal 2n എന്ന് പറയുന്നത് ഈക്വൽ ടു എടുക്കാൻ 2n equal to 8. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ G of n എന്ന് പറയുന്നതാണ് ഫംഗ്ഷനായിട്ട് എഴുതിയത്. സോ G of n is a real valued sequence of 2n points. ഇപ്പോൾ G of n എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ കൊടുത്തേക്കണേ. അതിനകത്ത് 2n പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞേക്കാം 2n എന്ന് പറഞ്ഞാൽ 8 ആയിട്ട് എടുത്തേക്കുവാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണതെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് 2n പോയിൻറ്റ് DFT ഫ്രം n പോയിൻറ്റ് DFT എന്ന് പറഞ്ഞാൽ 8 പോയിൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ 8 പോയിൻറ്റിനെ നമ്മൾ, അതായത് 8 സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടാവും, പോയിൻറ്റ്സ്. പക്ഷെ നമുക്ക് 8 വെച്ചല്ല കണ്ടുപിടിക്കേണ്ടത്, യൂസിങ് 4 പോയിൻറ്റ്. 4 പോയിൻറ്റ് വെച്ച് 8 പോയിൻറ്റ് കണ്ടുപിടിക്കണം. അതാണ് വി ഹാവ് ടു ഒബ്റ്റെയിൻ 2n പോയിൻറ്റ് DFT ഫ്രം n പോയിൻറ്റ് DFT. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മളെടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ആ മൊത്തം കൊടുത്തേക്കണ 2n പോയിൻറ്റിനെ 2 സ്പ്ലിറ്റ് ചെയ്യും. 1 is of x1 of n-ഉം അതിന് അടുത്തതിൻ്റെ പേര് x2 of n-ഉം ആണ്. x1 of n എന്ന് പറയുന്നത് G of 2n-ഉം x2 of n എന്ന് പറഞ്ഞാൽ G of 2n plus 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊടുത്തേക്കണ മൊത്തം സീക്വൻസിനെ നമ്മൾ ഓഡ് സീക്വൻസിനും ഈവൻ സീക്വൻസിനും ഡിവൈഡ് ചെയ്യും. അതായത് മൊത്തം ഉള്ളതിനെ 2 ഡിവൈഡ് ചെയ്യും, ഒന്ന് ഓഡായിട്ടും ഈവൻ ആയിട്ടും. ഇത് G of 2n സ്റ്റാൻഡ്സ് ഫോർ ഈവൻ സീക്വൻസും G of 2n plus 1 എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഓഡ് സീക്വൻസ് ആണ്. ദസ് വി ഹാവ് സബ് ഡിവൈഡഡ്. അങ്ങനെ നമ്മൾ 2n പോയിൻറ്റ് സീക്വൻസിനെ 2 n പോയിൻറ്റ് സീക്വൻസ് ആക്കി മാറ്റി. അതായത് ഇപ്പം നമുക്ക് 8 ഉണ്ടെന്ന് വിചാരിച്ചു. 8 സീക്വൻസ് ഉണ്ടെങ്കിൽ എവിടം തൊട്ട് എവിടം വരെ കാണും? 8 എന്ന് പറയുമ്പോൾ 0 തൊട്ട് 7 വരെ കാണും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് 8 ഉണ്ടെന്നല്ലേ. അപ്പോൾ അത് കൃത്യം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ, ഒരു 4 എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 4 ഓഡ് സീക്വൻസും കാണും, 4 ഈവൻ സീക്വൻസും കാണും. അത് കുറച്ചും കൂടെ പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാവും. സോ വി ഹാവ് ഡിവൈഡഡ് ദ 2n പോയിൻറ്റ് സീക്വൻസ് ഇൻ ടു 2n പോയിൻറ്റ് സീക്വൻസസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ n പോയിൻറ്റ് സീക്വൻസിനെ സെപ്പറേറ്റ് DFT കാണും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് ഇസ്, നമ്മൾ ലെറ്റസ് കൺസിഡർ x of n ടു ബി ആൻ n പോയിൻറ്റ് കോംപ്ലെക്സ് വാല്യൂഡ് സീക്വൻസ്. എക്സ് ഓഫ് എന്നിനെ നമ്മളൊരു കോംപ്ലെക്സ് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന x1 of n എന്ന് പറയുന്നത് G of 2n-ഉം x2 of n എന്ന് പറഞ്ഞാൽ G of 2n plus 1 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ റൈറ്റ് x of n ഈക്വൽ ടു x1 of n പ്ലസ് j ഇൻറ്റു x2 of n. വേറെ x1 of n എന്ന് പറയുന്നത് ഇതിൻ്റെ ഈവൻ സീക്വൻസും x2 of n എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഡ് സീക്വൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പം പ്ലസ് ജെ വെച്ച് ചെയ്തപ്പോൾ ഇതൊരു കോംപ്ലെക്സ് എക്സ്പ്രഷനായി. സോ ദാറ്റ് ബിക്കംസ് x of n ഈക്വൽ ടു x1 of n പ്ലസ് ജെ ഇൻറ്റു x2 of n. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷനാണ് x1 of n-ൻ്റെ DFT എന്ന് പറയുന്നത് x1 of k. ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചാണ്, ഇത് പഠിക്കണം. 1/2 ഇൻറ്റു x of k പ്ലസ് x star of n മൈനസ് k. അതുപോലെ തന്നെ x2 of k ഈക്വൽ ടു 1/2j x of k മൈനസ് x star of n മൈനസ് k. ഈ ഇക്വേഷൻ നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇത് അറിഞ്ഞിരിക്കണം. അതായത് x of n എന്ന് പറയുന്നത് x1 of n പ്ലസ് j x2 of n ആണെങ്കിൽ ഇതിൽ x1 of n-ൻ്റെ DFT ആണ് x1 of k. x1 of k എങ്ങനെ കാണും? x of k എന്ന് എങ്ങനെ കാണാം? 1/2 ഇൻറ്റു x of k പ്ലസ് x star of n മൈനസ് k. അടുത്തത് x2 of n എന്ന് പറഞ്ഞാലോ x2 of k ഈക്വൽ ടു 1/2j
എക്സ് ഓഫ് കെ മൈനസ് എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു അഡീഷനും കൂടെ ചെയ്താൽ നമുക്ക് 2n പോയിൻറ്റ് സീക്വൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് finally we must express the 2n point DFT in terms of 2n point DFT. രണ്ട് n point DFT വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകണം. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് കെ ഈക്വൽ ടു, ഇത് സാധാരണ ഇക്വേഷൻ, സിഗ്മ എൻ ഈക്വൽ ടു 0 to n മൈനസ് 1 DFTയുടെ ഇക്വേഷൻ. ഇവിടെ x1 ഓഫ് എന്നിന് പകരം ഞാൻ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ജി ഓഫ് 2n. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജി ഓഫ് 2n ഇൻറ്റു ഇത് എത്ര സീക്വൻസ് ആണ്? 2n സീക്വൻസ് ആണ്. സോ ദാറ്റ് ബിക്കംസ് W 2n കാരണം ഇതിനകത്ത് 2nk ഉണ്ട്. അതുപോലെ തന്നെ സിഗ്മ എൻ ഈക്വൽ ടു 0 to n മൈനസ് 1 ജി ഓഫ് 2n പ്ലസ് 1. ഇവിടെ എത്രയും W 2nk പകരം എന്ത് എഴുതണം? 2n പ്ലസ് 1 ഇൻറ്റു കെ. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ജി ഓഫ് 2n നമ്മൾ കൊടുത്തേക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? x1 ഓഫ് n ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദാറ്റ് ബിക്കംസ് സിഗ്മ എൻ ഈക്വൽ ടു 0 to n മൈനസ് 1 x1 ഓഫ് n ഇൻറ്റു W 2nk പ്ലസ് ഇനി ജി ഓഫ് 2n പ്ലസ് 1 എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കാൻ പറഞ്ഞേക്കണേ? x2 ഓഫ് n. സോ ദാറ്റ് അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 x2 ഓഫ് n ഇൻറ്റു W2n. ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. W2n 2nk വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? W2nk എന്ന് വന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പഠിക്കാത്ത നേരത്തെ ഇതൊരു മെയിൻ റിലേഷനാണ്. റിലേഷൻ എന്ന് പറഞ്ഞാൽ WN² ഈക്വൽ ടു WN/2 ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തേക്കണത് എന്താ? W2n² എന്നുണ്ട്. കണ്ടോ? W2n2 എന്നില്ലേ? അപ്പോൾ ഇത്രയും പോർഷനെ നമ്മൾ എന്തെന്ന് എഴുതും? W2n2 പകരം WN എന്നായി മാറി. അതായത് ഈ ഇക്വേഷനകത്ത് W2n2 പകരം നമ്മൾ എന്ത് എഴുതും? WN എന്ന് എഴുതും. സോ ദി equation becomes g of k equal to sigma n equal to 0 n minus 1 x1 of n into കണ്ടോ W2n വരെ നമ്മൾ എന്ത് എഴുതി? WN എന്ന് എഴുതി. കാരണം n², 2n² വരെ നമ്മൾ എന്ത് എഴുതി? WN എന്ന് എഴുതിയില്ലേ? സോ WN ഇവിടെ ഒന്നുമില്ലേ? WN/NK പ്ലസ് W മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നതിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പം W2nk സിഗ്മ n ഈക്വൽ ടു 0 to n മൈനസ് 1 x2 ഓഫ് n WN/NK. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രോബ്ലത്തിൽ വേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് കെ ഈക്വൽ ടു x1 ഓഫ് കെ പ്ലസ് W2nk x2 ഓഫ് കെയും ജി ഓഫ് കെ പ്ലസ് എൻ ഈക്വൽ ടു x1 ഓഫ് കെ മൈനസ് W2nk x2 ഓഫ് കെ. ഈ W2nk എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? അതായത് നേരത്തെ നമ്മൾ പഠിച്ചതിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ ഈ 2nk ഉണ്ടല്ലോ, കണ്ടോ? ഇവിടുത്തെ ഈ W2n² പകരമാണ് നമ്മൾ എന്ത് എഴുതി? WN എന്ന് എഴുതി. അപ്പം WN/NK പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ W2nk ഇല്ലേ, അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയേക്കണത്. ഓക്കെ, so we got the equation as g of k equal to sigma n equal to 0 to n minus 1 x1 of n WN/NK plus W2nk sigma n equal to 0 to n minus 1 x2 of n WN/NK. ഈ ഡെറിവേഷൻ പറ്റുന്നവർ പഠിക്കുക. ഇത് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ g of k equal to x1 ഓഫ് കെ പ്ലസ് W2nk x2 ഓഫ് കെ എന്ന് കിട്ടും. ജി ഓഫ് കെ പ്ലസ് എൻ എന്ന് പറയുന്നത് x1 ഓഫ് കെ മൈനസ് W2nk x2 ഓഫ് കെ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് കൊടുത്തേക്കണേ സീക്വൻസിനെ നമ്മൾ ഈവനും ഓടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് x1 ഓഫ് എന്നും x2 ഓഫ് എന്നും. എന്നിട്ട് അതിനെ ഒരു കോംപ്ലക്സ് ഇതായിട്ട് എഴുതും. അതായത് x ഓഫ് എൻ ഈക്വൽ ടു x1 ഓഫ് എൻ പ്ലസ് JX2 ഓഫ് എൻ. എന്നിട്ട് ഈ x1 ഓഫ് എന്നിൻ്റെ DFT കാണും. അതിൻ്റെ ഇക്വേഷനാണ് x1 ഓഫ് കെ ഈക്വൽ ടു 1/2 ഇൻറ്റു x ഓഫ് കെ പ്ലസ് x സ്റ്റാർ ഓഫ് n മൈനസ് കെ. അടുത്തത് x2 ഓഫ് കെ എന്ന് പറയുന്നത് 1/2j ഇൻറ്റു x ഓഫ് കെ മൈനസ് x സ്റ്റാർ ഓഫ് n മൈനസ് കെ. അങ്ങനെ നമ്മൾ x1 ഓഫ് കെയും x2 ഓഫ് കെയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് x ഓഫ് n കാണും, പിന്നെ x1 ഓഫ് കെയും x2 ഓഫ് കെയും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഇസ് ജി ഓഫ് കെ. ജി ഓഫ് കെ ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഇസ് കണ്ടുപിടിച്ച x1 ഓഫ് കെ പ്ലസ് W2nk x2 ഓഫ് കെ. അടുത്തതെന്ന് പറഞ്ഞാൽ ജി ഓഫ് കെ പ്ലസ് എൻ, അതായത് അടുത്ത പകുതി, ആദ്യത്തെ പകുതി പിന്നെ പ്ലസ് പകുതി, അതാണ് കെ പ്ലസ് എൻ ഈക്വൽ ടു x1 ഓഫ് കെ മൈനസ് W2nk x2 ഓഫ് കെ വെർ കെ ഈക്വൽ ടു 0 1 എക്സെട്ര അപ് ടു n-1. ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം വെച്ച് ക്ലിയർ ആയി പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഈസ് ദ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി DFT ഓഫ് ദ സീക്വൻസ് x ഓഫ് n ഈക്വൽ ടു 1 3 7
2 1 2 1 3 യൂസിങ് 4 പോയിൻറ്റ് DFT. കണ്ടോ, ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 8 എണ്ണത്തിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 8 പോയിൻ്റ് വെച്ചല്ല, 4 പോയിൻറ്റ് DFT വെച്ചാണ് കാണേണ്ടത്. കണ്ടോ, നമുക്ക് 8 പോയിൻ്റ് വെച്ചല്ല കാണേണ്ടത്, 4 പോയിൻറ്റ്. ദാറ്റ് ഇസ് കണ്ടോ 2n സീക്വൻസ് ഉണ്ട്. പക്ഷേ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? യൂസിങ് n പോയിൻറ്റ് സീക്വൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിനെ ഓടും ഈവനും ആക്കി സ്പ്ലിറ്റ് ആക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നിങ്ങളിത് എഴുതിക്കും. എക്സ് ഓഫ് 0 ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് 1, ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് 2, ഇതെന്ന് പറയുന്നത് എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7. ഇനി നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ x1 ഓഫ് n, അതെന്ന് പറയുന്നത് ഓഡ് സീക്വൻസ്. ഓഡ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0, പിന്നെ അല്ല ഈവൻ സീക്വൻസ്, സോറി, അതെന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 6 വരും. അപ്പോൾ ഏതൊക്കെ വരും? എക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 1, എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 7, എക്സ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, എക്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ 1. സോ ദിസ് ഈസ് ദ ഈവൻ സീക്വൻസ്. അടുത്ത് നമ്മൾ ഓഡ് സീക്വൻസ് കണ്ടുപിടിക്കും. അതാണ് x2 ഓഫ് n. x2 ഓഫ് n എന്ന് പറയുമ്പം x1 ഓഫ് n. അപ്പോൾ അതേതാണ് 3. അത് ഇനി എക്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 2, എക്സ് ഓഫ് 5 എന്ന് പറയുമ്പോൾ 2, എക്സ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ 3. ഇതാണ് ഓഡ് സീക്വൻസ്. അപ്പം നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്ന സീക്വൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്താ, നമ്മളൊരു കോംപ്ലക്സ് സീക്വൻസ് കാണണം. കോംപ്ലക്സ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഓഫ് n ഈക്വൽ ടു x1 ഓഫ് n പ്ലസ് j ഇൻറ്റു x2 ഓഫ് n. അതാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താവും? സോ ദെയർഫോർ എക്സ് ഓഫ് n ഈക്വൽ ടു, ഇത് ഒരുമിച്ച് ചെയ്താൽ x1 ഓഫ് n 1 പ്ലസ് j ഇൻറ്റു x2 ഓഫ് n എത്രയാണ്? 3. അടുത്തത് 7 പ്ലസ് j ഇൻറ്റു 2. അടുത്തത് 1 പ്ലസ് j ഇൻറ്റു 2. അടുത്തത് 1 പ്ലസ് j ഇൻറ്റു x2 ഓഫ് n എന്ത് വരും? 3. ഇത്രയും കിട്ടിയേ. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ DFT കാണണം. DFT കാണണ ഒന്നെങ്കിൽ DIF വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ D8 വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ DIF വെച്ച് തന്നെ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത് DIF വെച്ചാണേ. അപ്പോൾ DIF വെച്ചാകുമ്പോൾ ഇതിനകത്ത് എത്ര ഉണ്ട്? 1 2 3 4. അപ്പോൾ 4 ആകുമ്പോൾ DIF ആകുമ്പോൾ ആദ്യം 4 പിന്നെ 2. ആദ്യം ഇവിടെ എഴുതുമ്പോൾ ഏത് ഓർഡറിലാണ് എഴുതുന്നത്? നോർമൽ ഓർഡറാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? റിവേഴ്സ് ഓർഡർ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് നോർമൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 1 പ്ലസ് 3j, പിന്നെ 7 പ്ലസ് 2j, പിന്നെ 1 പ്ലസ് 2j, 1 പ്ലസ് 3j, എന്നിട്ട് DIF വരയ്ക്കുക. ഫസ്റ്റ് വൺ എങ്ങോട്ടാണ് വരേണ്ടത്? സെക്കൻഡ് വണ്ണിലേക്ക്. അത് വരച്ചു. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് വരേണ്ടത്? ഇങ്ങോട്ട്. എന്നിട്ട് ഇവിടെ വരുന്ന ഏതായിരിക്കും? ഇത് W40യും ഇവിടെ വരുന്ന എന്താ? W41. ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള. അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. ഓക്കെ, ഇതെടുക്കുമ്പോൾ എങ്ങനെയാണ്? ദിസ് പ്ലസ് ദിസ്. അപ്പം 7 പ്ലസ് 1 എന്ന് പറയുമ്പം അല്ല, ദിസ് പ്ലസ് ദിസ് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ എന്താ? 1 പ്ലസ് 1. അപ്പം എന്ന് പറയുമ്പോൾ എന്തൊരു 2 പ്ലസ് 3 പ്ലസ് 2. 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 5j. അടുത്ത എന്തോ? ഇത് രണ്ടും. ഇതെന്ന് പറയുമ്പം 7 പ്ലസ് 2j പ്ലസ് 1 പ്ലസ് 3. അപ്പോൾ 7 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 5j. ഇനി അടുത്തത് എടുക്കുമ്പോഴോ? ദിസ് മൈനസ് ദിസ് ഇൻറ്റു W40. അപ്പോൾ ആദ്യത്തെ ദിസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും. 3 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ j വരും. j ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ j. അടുത്തത് ഇതെന്ന് പറയുമ്പം 7 പ്ലസ് 2 മൈനസ് 1. അപ്പോൾ 7 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6 വരും. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് j വരും. അപ്പം 6 മൈനസ് j ഇൻറ്റു W41ൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് j. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? മൈനസ് 6j പ്ലസ് 1 അല്ല, മൈനസ് 6j വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് j². j² വാല്യൂ എത്രയാണ്? മൈനസ് 1. അപ്പം മൈനസ് 6j മൈനസ് 1. സോ യു ആർ ദ ആൻസർ ആസ് മൈനസ് 6j മൈനസ് 1. ഇനി ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം ഇത് രണ്ടും, പിന്നെയോ ഇത് രണ്ടും.
ഓക്കെ. ഇത് രണ്ടെന്ന് പറയുമ്പോൾ 2 + 8 10 വരും, 10 + 10j വരും. ഇവിടെ വരുന്ന എന്താ W40 വരും, ഇവിടെയും W40 വരും. അപ്പോൾ ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പം 2 - 8 എന്ന് പറയുമ്പം -6, മറ്റേത് ക്യാൻസലായിപ്പോയി. ഇനി അടുത്ത എന്താ ജെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -5j -1 വരും അല്ലേ. അടുത്തതോ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പം ഇത് രണ്ടും ജെ മൈനസ് പറഞ്ഞാൽ +7j പിന്നെ +1, അപ്പോൾ എന്ത് വരും 1 + 7j കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എക്സ് ഓഫ് കെ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഇതെന്തുവാണ്? x(0), ഇതെന്താണ്? x(2), ഇതെന്താണ്? x(1), ഇതെന്താണ്? x(3). അങ്ങനെയല്ലേ വന്നേക്കണം. സോ ഇത് നോർമൽ ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം 10 + 10j എഴുതണം, അടുത്തതെന്ന് പറയുന്നത് x(1) എഴുതണം. അപ്പോൾ എന്ത് വരും? -1 -5j വരും. അടുത്തത് x(2) എഴുതുമ്പോൾ -6 വരും. അടുത്തതെന്ന് പറഞ്ഞാൽ 1 + 7j. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് അടുത്ത നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് x1 of k ഈക്വൽ ടു x of k പ്ലസ് ഒരു മിനിറ്റ്, ഇവിടെ ഒരു 1/2 ഉണ്ട്, സോറി, 1/2 ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് n - k. ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ k ഈക്വൽ ടു എത്രയാണ്? 0 to n - 1 വരെയാണ്. അപ്പോൾ 0 to n - 1 1, 2, 3, 4 വരെ വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x1 of 0 കണ്ടുപിടിക്കാം. സോ 1/2 ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് n എന്ന് പറഞ്ഞാൽ 4. അപ്പം 4 - 0 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 4 എന്ന് വരും അല്ലേ. എക്സ് സ്റ്റാർ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 0 1 2 3 അല്ലേ. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വരും. സോ ദാറ്റ് ബിക്കംസ് ½ ഇൻറ്റു 10 + 10j പ്ലസ് 10 + 10j അല്ലേ. സോ ദ ആൻസർ ബിക്കംസ് അല്ല, എക്സ് സ്റ്റാർ എടുക്കണ്ടേ. എക്സ് സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 + 10jയുടെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 മൈനസ് വരണം. കാരണം എന്താ? എക്സ് സ്റ്റാർ ഓഫ് 4 അല്ലേ. എക്സ് സ്റ്റാർ ഓഫ് 4 എന്ന് പറയുമ്പോൾ 10 + 10jയുടെ കോൺജുഗേറ്റ് എന്താണ്? 10 മൈനസ്. സോ ദാറ്റ് ബിക്കംസ് 10 + 10j പ്ലസ് 10 - 10j. അപ്പോൾ ഇതും ക്യാൻസലായി പോകും. യു ഗെറ്റ് ഇറ്റ് ആസ് 20/2 എന്ന് പറയുമ്പോൾ നമുക്ക് 10 കിട്ടി. ഇനി അടുത്ത എന്താ? x1 of 1 എന്ന് പറഞ്ഞാൽ ½ ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 4 - 1. സോ ദാറ്റ് ഈസ് ½ ഓഫ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 3 എന്ന് വരും. സോ ദാറ്റ് ഈസ് ½ ഇൻറ്റു എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ -1 - 5j പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 3. എക്സ് സ്റ്റാർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1 + 7j ആണ് എക്സ് സ്റ്റാർ ഓഫ് 3. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 - 7j വരും. കാരണം കോൺജുഗേറ്റ് അല്ലേ എടുക്കേണ്ടത്. കണ്ടോ? ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? സോ ദാറ്റ് ബിക്കംസ് -12j/2 എന്ന് പറയും. സോ ദാറ്റ് ബിക്കംസ് -6j. ഓക്കെ. ഇനി അടുത്ത എന്തുവാ? നെക്സ്റ്റ് വൺ ഇസ് x1 of 2. So that is ½ ഇൻറ്റു എക്സ് ഓഫ് 2 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ½ ഇൻറ്റു 2 എന്ന് പറയുന്നത് -6 പ്ലസ് -6. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് -6ൻ്റെ -6 ആണല്ലോ. സോ ദാറ്റ് ബിക്കംസ് -6. ഇനി അടുത്ത എന്താണ്? x1 of 3. x1 of 3 എന്ന് പറയുമ്പം ½ ഇൻറ്റു എക്സ് ഓഫ് 3 പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 1 വരും. സോ ദാറ്റ് ബിക്കംസ് ½ ഇൻറ്റു എക്സ് ഓഫ് 3 എന്ന് പറയുമ്പം 1 + 7j പ്ലസ് എക്സ് സ്റ്റാർ ഓഫ് 1. എക്സ് സ്റ്റാർ ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. -1 + 5j എന്ന് വരും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. സോ ദ ആൻസർ ബിക്കംസ് 6j. ഇത്രയാണ് നമുക്ക് x1 of k കിട്ടിയത്. അങ്ങനെ 10 -6j -6 6j എഴുതി. ഇനി അടുത്ത് എന്ത് കാണണം? x2 of k. x2 of kയുടെ ഇക്വേഷൻ എന്താണ്? 1/2j എക്സ് ഓഫ് കെ മൈനസ് എക്സ് സ്റ്റാർ ഓഫ് n - k. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1/j എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു -1. അത് ഓർത്തിരുന്നോണേ. 1/j. അപ്പം 1/2j ഇൻറ്റു ഫസ്റ്റ് വൺ എന്താണ്? x2 of 0. x2 of 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 മൈനസ് എക്സ് സ്റ്റാർ ഓഫ് 4
എന്ന് വരും. അപ്പോൾ എന്ത് വരും? 1/2j ഇൻറ്റു 10 പ്ലസ് 10j മൈനസ് ഓഫ് 10 മൈനസ് 10j എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും? സോ ദാറ്റ് ബിക്കംസ് 20j by 2j എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് 10 വരും. ഇനി അടുത്തത് x2 of 1. x2 of 1 എന്ന് പറഞ്ഞാൽ 1/2j ഇൻറ്റു x of 1 പ്ലസ് മൈനസ് x സ്റ്റാർ ഓഫ് 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 വരും. സോ ദാറ്റ് ഈസ് 1/2j ഇൻറ്റു x of 1 എന്ന് പറഞ്ഞാൽ -1 മൈനസ് 5j മൈനസ് ഓഫ് x സ്റ്റാർ ഓഫ് 3. x സ്റ്റാർ ഓഫ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? നമ്മുടെ x of 3 എത്രയായിരുന്നു? x of 3 എന്ന് പറയുന്നത് 1 + 3j അല്ല, സോറി 1 + 7j ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 - 7j എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് 1/2j ഇൻറ്റു -1 മൈനസ് 5j മൈനസ് 1 + 7j എന്ന് വരും അല്ലേ? അപ്പോൾ ഇതും -2 വരും. സോ ദാറ്റ് ബിക്കംസ് -2 + 2j ഡിവൈഡഡ് ബൈ 2j എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് -1 പ്ലസ് -1/j എന്നല്ലേ വരുന്നത്? -1/j പ്ലസ് 1 എന്ന് വരും. ഇനി 1/j എന്ന് പറഞ്ഞാൽ എന്താ? -1 അല്ലേ? സോറി, -1/j -j ആണേ, തെറ്റിപ്പോയി ഞാൻ എഴുതിയത്. 1/j ഈസ് ഈക്വൽ ടു -j ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു കറക്ഷൻ ഉണ്ട്, തെറ്റാണ്. കാരണം എന്താ 1/j ഈക്വൽ ടു -j എന്ന് പറയാൻ കാരണം എന്താ? j⁴/j എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് j³ ഈക്വൽ ടു -j ആണേ. ഇത് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണേ, കറക്റ്റ് ചെയ്തോണേ. 1/j ഈക്വൽ ടു -j എന്ന് വരുവേ. സോ ദാറ്റ് ബിക്കംസ് 1/j എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു -j എന്ന് വരും അല്ലേ? -j എന്നല്ലേ വരുന്നത്? യെസ്, -j എന്ന് വരും. അപ്പോൾ അതായത് -1 + j/j എന്നല്ലേ വരുന്നത്? ഇതിൽ j/j എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? -1/j പ്ലസ് j/j എന്നല്ലേ എൻ്റെ മീനിങ്. j/j എന്ന് പറഞ്ഞാൽ എന്താ? 1 വരും. അപ്പം -1/j എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം -1/j എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1/j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എന്തെന്ന് വരും? +j. കാരണം എന്താ? 1/j ഈക്വൽ ടു എന്താണ്? -j. അപ്പം മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ +1 വരില്ലേ? സോ ദാറ്റ് ബിക്കംസ് j + 1. സോ യുവർ ആൻസർ ഇസ് 1 + j. ഇനി അടുത്ത എന്താണ്? x2 of 2. x2 of 2 എന്ന് പറഞ്ഞാൽ 1/2j ഇൻറ്റു എന്താണ്? x of 2 മൈനസ് x സ്റ്റാർ ഓഫ് 2. ഇനി x of 2 എന്ന് പറയുന്ന ആൻസർ എന്തായിരുന്നു? x of 2 എന്ന് പറഞ്ഞാൽ -6j അല്ലായിരുന്നു. സോ ദാറ്റ് ബിക്കംസ് -6 -6, കാരണം അതിന് കോൺജുഗേറ്റിന് വ്യത്യാസമില്ലല്ലോ. സോ ദാറ്റ് ബിക്കംസ് -12/2j എന്ന് വരും അല്ലേ? ഇനി -12/2j എന്ന് പറയുമ്പോൾ ഈക്വൽ ടു -6/j എന്ന് വരും. ഇനി 1/j എന്ന് പറഞ്ഞാൽ എന്താണ്? -j. സോ ദാറ്റ് ബിക്കംസ് സോറി, ഇവിടെ തെറ്റിപ്പോയി. -6 മൈനസ് ഓഫ് x സ്റ്റാർ ഓഫ് 2 എന്നല്ലേ വരുന്നത്? x സ്റ്റാർ ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് ഇങ്ങനെ വരും. തെറ്റിപ്പോയതാണ്. സോ ദാറ്റ് ഈസ് 1/2j ഇൻറ്റു -6 മൈനസ് ഓഫ് -6 എന്ന് വരും. കാരണം x സ്റ്റാർ ഓഫ് 2ൻ്റെ മൈനസും ഉണ്ടല്ലോ. -6 എന്ന് വരുമ്പോൾ എന്ത് വരും? 1/2j ഇൻറ്റു -6 + 6 എന്ന് വരും അല്ലേ? സോ ദാറ്റ് ബിക്കം 0. ഇവിടെ തെറ്റിയതായിരുന്നേ. നെക്സ്റ്റ് ഇസ് x2 of 3. x2 of 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2j ഇൻറ്റു x of 3 മൈനസ് x സ്റ്റാർ ഓഫ് 1. അങ്ങനെയല്ലേ വരുന്നത്? സോ ദാറ്റ് ആൻസർ ബിക്കംസ് 1/2j ഇൻറ്റു 1 + 7j മൈനസ് ഇനി x സ്റ്റാർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? x സ്റ്റാർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ -1 മൈനസ് 5j അല്ലേ? സോ ദാറ്റ് ബിക്കംസ് 1/2j ഇൻറ്റു 1 + 7j മൈനസിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ +1 വരും. പിന്നെയോ ഇതും വരുമ്പോൾ എന്ത് വരും? പിന്നെ ഇതിൻ്റെ സ്റ്റാർ 1 എടുക്കണ്ടേ? സ്റ്റാർ 1 എടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് അല്ലേ ഇവിടെ വരുന്നത്? സോ x സ്റ്റാർ ഓഫ് 1 എന്ന് പറയുമ്പോൾ -1 + 5j വരും.
മനസ്സിലായി? കാരണം എക്സ് ഓഫ് 3 മൈനസ് എക്സ് സ്റ്റാർ ഓഫ് 1. വാട്ട് ഈസ് എക്സ് ഓഫ് 1? എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ -1 - 5j ആണ്. അപ്പോൾ എക്സ് സ്റ്റാർ ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് സ്റ്റാർ ഓഫ് 1 എന്ന് പറയുമ്പോൾ -1 + 5j വരും. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് -1 + 5j. ഇനി അതിൻ്റെ കൂടെ മൈനസ് കൂടെ എടുക്കണ്ടേ? അതിൻ്റെ കൂടെ മൈനസ് കൂടെ എടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്തായാലും പ്ലസ് വരും. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുമ്പോൾ എന്തുവരും? മൈനസ് വരും. സോ ദാറ്റ് ബിക്കംസ് +1 - 5j എന്ന് വരും. സോ യുവർ ആൻസർ ബിക്കംസ് 2 + 2j / 2j എന്ന് വരും അല്ലേ? ഇനി 2 നും 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? സോ ദാറ്റ് ബിക്കംസ് നമുക്ക് ആൻസർ എന്ത് വരും? സോ ദ ആൻസർ ബിക്കംസ് 1 + അല്ലേ 1/j അല്ലേ? 1/j ആൻസർ എന്താ വരിക അല്ലേ? 2 + 2j വരും. അപ്പോൾ 2 + 2 + 2j / 2j എന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ 2 ഉം 2 ഉം ഇത് ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും? 1 + j/j എന്ന് വരും. ഇനി 1/j എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? -j. -j + j/j എന്ന് പറഞ്ഞാൽ 1 വരും. സോ ദ ആൻസർ ഇസ് 1 - j. അപ്പോൾ ഇനി നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്? സോ അവർ x2 of k എന്ന് പറയുന്നത് എന്ത് വരും? സോ therefore x2 of k = 10 1 + j 0 1 - j. ഓക്കെ. ഇനി നേരത്തെ നമുക്ക് x1 of k എത്രയായിരുന്നു കിട്ടിയത്? അതും കൂടെ എടുത്ത് എഴുതാം. x1 of k = 10 - 6j - 6 - 6j. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? -6 അല്ലായിരുന്നു, ഇവിടെ പ്ലസ് ആണ് അല്ലേ? 10 - 6j - 6 6j ഇതല്ലായിരുന്നു നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്. സോ x1 of k കിട്ടിയത് 10 - 6j - 6 6j. x2 of k എന്ന് കിട്ടിയത് 10 1 + j 0 1 - j. ഇനി നമുക്ക് കാണേണ്ട ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്? ജി ഓഫ് കെയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ജി ഓഫ് കെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ജി ഓഫ് കെ = എക്സ് ഓഫ് കെ x1 of k + W2nk x2 of k എന്നും അടുത്തതോ ജി ഓഫ് കെ + n = x1 of k - W2nk x2 of k. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇനി നമുക്ക് x1 of k x2 of k കിട്ടി. ഇനി W2nk എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ n 2n അല്ലേ? ഇവിടെ എത്ര 2n എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ 2n = എന്താണ്? 8 ആണ് അല്ലേ? അപ്പം നമുക്ക് കണ്ട എന്താ? കെയുടെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർ k = 0 1 etc. up to n - 1. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എത്രയായിരിക്കും? 0 1 etc. up to 3 വരെ കാണുള്ളൂ. അപ്പം നമുക്ക് കാണേണ്ട എന്താ? W8 2nk W80 W81 W82 W83. ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കറിയാലോ. W80യുടെ വാല്യൂ എന്താണ്? 1. ഇനി W81ൻ്റെ വാല്യൂ എന്താണ്? 1/√2 - j/√2. W82ൻ്റെ വാല്യൂ എത്രയാണ്? -j. W83യുടെ വാല്യൂ എത്രയാണ്? -1/√2 - j/√2. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ബിക്കംസ് ജി ഓഫ് കെ = അല്ലേ? ഇവിടെ ഇപ്പോൾ നമുക്ക് ജി ഓഫ് കെ = അപ്പോൾ എന്തെന്ന് വരും? നമ്മുടെ ഇക്വേഷനകത്ത് x1 of k എന്ന് പറയുമ്പോൾ എന്താ? 10 പ്ലസ് ഫസ്റ്റ് അല്ലേ? നമ്മുടെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്? x1 of k + W2nk x2 of k യും ജി ഓഫ് കെ + എന്ന് പറയുന്നത് x1 of k - W2nk x2 of k ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ എവിടെ തൊട്ട് വേരി ചെയ്യാന്ന് പറയും? 0 to n - 1 വരെയല്ലേ വേരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ നമ്മൾ ജി ഓഫ് കെ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ നേരത്തെ എഴുതിയാലും പക്ഷേ ഇവിടെ ക്വസ്റ്റ്യന് കൊടുത്തേക്കണത് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ എന്നാണ്. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നൊട്ടേഷൻ എന്താണ്? എക്സ് ഓഫ് കെ എന്നാണ്. നേരത്തെ നമ്മൾ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞെടുത്തു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വേരിയബിളിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ജി ഓഫ് കെ എഴുതിയാലും കുഴപ്പമില്ല, അവസാനം ഈക്വൽ ടു ഫൈനൽ ആൻസർ എഴുതി വെച്ചാലും മതി. ഇപ്പോൾ ഇവിടെ ഞാനിത് എങ്ങനെ എഴുതാൻ കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നത് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് ഞാൻ എക്സ് ഓഫ് കെ എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ആണെങ്കിൽ ജി ഓഫ് കെ വെച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ച് തന്നെ എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്ത് വരും? x1 of k. കാരണം ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കണത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മനസ്സിലായല്ലോ? സോ x1 of k + W2nk x2 of k എന്നും
എക്സ് ഓഫ് കെ പ്ലസ് എൻ ഈക്വൽ ടു x1 ഓഫ് കെ മൈനസ് W2nk x2 ഓഫ് കെ എന്നുമാണ് വരുന്നത് അല്ലേ. ഇനി ആദ്യത്തെ വാല്യൂ നമുക്ക് എടുക്കാം, കെയുടെ വാല്യൂ എക്സ് ഓഫ് 0. ഇതല്ലേ നമുക്ക് കാണേണ്ടത്. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ x1 ഓഫ് 0 പ്ലസ് W2 എന്ന് പറഞ്ഞാൽ W80 x2 ഓഫ് 0. ഓക്കെ, ഇനി നോക്കിക്കോണം. x1 ഓഫ് 0യുടെ വാല്യൂ എത്രയാണ്? 10. സോ ദാറ്റ് ബിക്കംസ് 10 പ്ലസ് W80യുടെ വാല്യൂ എത്രയാണ്? 1 ഇൻറ്റു x2 ഓഫ് 0യുടെ വാല്യൂ എത്രയാണ്? 10. സോ ദാറ്റ് ബിക്കംസ് 10 പ്ലസ് 10 ഈക്വൽ ടു 20. അപ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇനി എക്സ് ഓഫ് 1, കാരണം കെയുടെ വാല്യൂ എവിടെ തൊട്ടാണ്? 0 to 3 വരെ. ഇനി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ x1 ഓഫ് 1 പ്ലസ് W, ഇനി എന്താണ്? 81 ഇൻറ്റു x2 ഓഫ് 1. ഇനി x1 ഓഫ് 1 എത്ര ക്വസ്റ്റിനിൽ കൊടുത്താണ്? x1 ഓഫ് 1 എന്ന് പറഞ്ഞാൽ -6j പ്ലസ് 1/√2 മൈനസ് j/√2 ഇൻറ്റു x2 ഓഫ് 1 എന്ന് പറയുന്നത് എത്ര കൊടുത്താണെന്ന് നോക്കി. x2 ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 + j അല്ലേ, 1 + j അല്ലേ വരുന്നത്. അപ്പോൾ എന്തുവരും? 1/√2 മൈനസ് j/√2 ഇൻറ്റു 1 + j. അപ്പോൾ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√2, പിന്നെ ഇതെന്ത് വരും? പ്ലസ് j/√2, ഇത് വരുമ്പോൾ മൈനസ് j/√2, പിന്നെ എന്ത് വരും? ജെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ j², -1 ഇൻറ്റു -1 പറഞ്ഞാൽ +1, അപ്പോൾ 1/√2. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2 മൈനസ് 6j എന്ന് വന്നു. ഓക്കെ, അടുത്ത എന്താണ്? എക്സ് ഓഫ് 2. എക്സ് ഓഫ് 2 എന്ന് പറയുമ്പം x1 ഓഫ് 2 പ്ലസ് W82 ഇൻറ്റു x2 ഓഫ് 2 അല്ലേ. ഇനി x1 ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? -6 പ്ലസ് W82 എന്ന് പറയുമ്പോൾ -j ഇൻറ്റു x2 ഓഫ് 2 എത്രയാണ്? 0. സോ ദ ആൻസർ ബിക്കംസ് -6. അടുത്തത് എക്സ് ഓഫ് 3. എക്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ x1 ഓഫ് 3 പ്ലസ് W83 ഇൻറ്റു x2 ഓഫ് 3. ഇനി എന്തുവാണ് x1 ഓഫ് 3? x1 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 6j പ്ലസ് -1/√2 മൈനസ് 1/√2 ഇൻറ്റു x2 ഓഫ് 3. x2 ഓഫ് 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 മൈനസ് j വരും. സോ ദ ആൻസർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 6j പ്ലസ് ഇതെന്ത് വരും? -1/√2, പിന്നെ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് j/√2. ഇനിയോ -1/√2 മൈനസ് j/√2 ഇവിടെ വരുമ്പോഴും പ്ലസ് j² ഇൻറ്റു j² എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് j² വരും. അപ്പോൾ -1/√2 അല്ലേ. അപ്പോൾ ഇതും ക്യാൻസലായിപ്പോയി. സോ ദാറ്റ് ബിക്കംസ് 6j മൈനസ് 2/√2. സോ ദാറ്റ് ബിക്കംസ് -√2 പ്ലസ് 6j. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടത് എന്താ? ഇപ്പോൾ നമ്മൾ എക്സ് ഓഫ് 3 വരെ കണ്ടു. ഇനി അടുത്ത എന്താ? എക്സ് ഓഫ് 4 ആണ്. എക്സ് ഓഫ് 4 ആണെങ്കിൽ എന്താ? k പ്ലസ് n. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് k പ്ലസ് n ഇസ് ഈക്വൽ ടു x1 ഓഫ് k മൈനസ് W2nk x2 ഓഫ് k. ഇപ്പോൾ ഇത്ര വരെയല്ലേ കണ്ടുപിടിച്ചേ. ഇനി അടുത്ത എന്താ? അപ്പോൾ ഇപ്പം നിൽക്കുന്നത് എന്താ? ഇനി ഇവിടെയും കെയുടെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഹിയർ n ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. സോ ദാറ്റ് ബിക്കംസ് എക്സ് ഓഫ്, ഇനി നേരത്തെ പോലെ തന്നെ കെയുടെ എവിടെ തൊട്ടാണ് വാല്യൂ ചെയ്യുന്നത്? 0 തൊട്ട് 3 വരെ. അപ്പോൾ 0 + 4 ഈക്വൽ ടു, അപ്പോൾ ഇതിന്ന് കേക്ക് എത്രയാണ് നമ്മൾ കൊടുത്തതാണ്? 0 അല്ലേ കൊടുത്തത്. അപ്പം x1 ഓഫ് 0 മൈനസ് W80 x2 ഓഫ് 0. അതായത് നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സിൽ വരും. സോ ദാറ്റ് ബിക്കംസ് എക്സ് ഓഫ് 4. കാരണം നമുക്ക് എത്ര വരെ കാണണം? എക്സ് ഓഫ് 7 വരെ കാണണം. സോ ദാറ്റ് ബിക്കംസ് x1 ഓഫ് 0 എന്ന് പറയുന്നത് 10 മൈനസ് 1 ഇൻറ്റു 10. സോ ദ ആൻസർ ബിക്കംസ് 0. അടുത്ത എന്താ? എക്സ് ഓഫ് 1 + 4 ഈക്വൽ ടു x1 ഓഫ് 1 മൈനസ് W81 ഇൻറ്റു x2 ഓഫ് 1. ഇനി ഇതെന്ന് പറയുന്നത് എന്ത് വരും? -6j മൈനസ് ഓഫ് 1/√2 മൈനസ് j/√2 ഇൻറ്റു എന്ത് വരും? 1 + j. ഇതല്ലേ വരുന്നത്. ഇതിൻ്റെ ഓൾറെഡി ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെത്രയാണ്? -6 മൈനസ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആൻസർ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? √2 മൈനസ് 6j ആയിരുന്നു അല്ലേ. സോ ദ ആൻസർ ബിക്കംസ്, ഇതിൻ്റെ ആൻസർ എത്രയായിരുന്നു? 1/√2 മൈനസ് നമുക്കിവിടെ കിട്ടിയത് √2 അല്ലായിരുന്നു. സോ ദ ആൻസർ ബിക്കംസ് -√2 മൈനസ് 6j.
അല്ലേ? ഇനി അടുത്തത് എന്താണ്? എക്സ് ഓഫ് 2 + 4. എക്സ് പ്ലസ് 2 + 4 എന്ന് പറയുമ്പോൾ x1 of 2 മൈനസ് w(a2) x2 of 2 എന്ന് വരും അല്ലേ? ഇനി x1 of 2 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? -6 മൈനസ് ഓഫ് -j into 0. So the answer becomes -6. ഇനി അടുത്ത് എന്താ നമുക്ക് കാണേണ്ടത്? സോ ദാറ്റ് ഈസ് എക്സ് ഓഫ് 6. ഇത് എക്സ് ഓഫ് 6, ഇതെന്താണ്? എക്സ് ഓഫ് 5. അടുത്തെന്താണ്? എക്സ് ഓഫ് 7 അല്ലേ ഇനി കണ്ടുപിടിക്കണ്ടേ? ലാസ്റ്റ് വൺ അല്ലേ കാണേണ്ടത്. സോ എക്സ് ഓഫ് 7 എന്ന് പറയുമ്പോൾ എന്താ? എക്സ് ഓഫ് 3 + 4 is equal to x1 of 3 മൈനസ് w(8) 3 x2 of 3 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? x1 of 3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x1 of 3 എന്ന് പറയുമ്പം 6j മൈനസ് ഓഫ് -1/√2 മൈനസ് j/√2 ഇൻറ്റു x2 of 3 എത്ര ആൻസർ കിട്ടിയ? 1 മൈനസ് j അല്ലേ? സോ ദാറ്റ് ബിക്കംസ് 6j മൈനസ് √2. ഇതിൻ്റെ ആൻസർ √2 അല്ലായിരുന്നു കിട്ടി. അപ്പോൾ ഇത് എടുക്കുമ്പോൾ എന്ത് വരും? -√2 + 6j. അപ്പോൾ നമുക്ക് ഇതെന്താണ്? എക്സ് ഓഫ് 7. ഇനി ഇതെല്ലാം എടുത്ത് എഴുതണം. സോ ദാറ്റ് ബിക്കംസ് എക്സ് ഓഫ് k ഈക്വൽ ടു, ഓരോന്ന് നോക്കി എഴുതുമ്പോൾ ആൻസർ വരും 20. അടുത്തത് √2 മൈനസ് 6j. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. 20 √2 മൈനസ് 6j -6 മൈനസ് √2 + 6j പ്ലസ് 0 പിന്നെ -√2 മൈനസ് 6j അത് കഴിഞ്ഞിട്ട് -6 മൈനസ് √2 + 6j. 1 2 3 4 5 6 7 8 കണ്ടോ? ഇപ്പോൾ 8 വാല്യൂസും കിട്ടിയില്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ ഓഫ് എക്സ് ഓഫ് k. അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി പ്രോബ്ലം ആണ്, പക്ഷേ ഇത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണത്, ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് DFT ഓഫ് പോയിൻറ്റ്സ് ആണ്. എക്സ് ഓഫ് n ഈക്വൽ ടു 1 3 7 2 1 2 1 3 ആണ് യൂസിങ് 4 പോയിൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന് ഈവനും ഓടും സീക്വൻസ് ആക്കി മാറ്റി. അതായത് x1 of n കണ്ടുപിടിച്ചു, x2 of n ഈവനും ഓടും കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിനെ രണ്ടിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു കോംപ്ലക്സ് സീക്വൻസ് ആക്കി മാറ്റി. സോ ദാറ്റ് ഈസ് 1 + 3j 7 + 2j 1 + 2j 1 + 3j. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു FFT അൽഗോരിതം വെച്ച് എക്സ് ഓഫ് k കണ്ടുപിടിക്കുന്നു, സാധാരണ DIF അൽഗോരിതം വെച്ച്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എക്സ് ഓഫ് k 10 + 10j -1/- 6j. ഇത്രയും ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ x1 of kയും x2 of kയും കാണും. അതിനുള്ള ഇക്വേഷൻ 1/2 × x of k + x star of n - k, where k equal to 0 to 1 n - 1. അങ്ങനെ നമ്മൾ x1 of 0 കാണും, x1 of 1 കാണും, x1 of 2 കാണും, പിന്നെ x1 of 3 കാണും. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇക്വേഷൻ എന്താണ്? നെക്സ്റ്റ് വൺ ഇസ് നമുക്ക് കാണേണ്ടത് x2 of k ആണ്. x2 of k ചെയ്യുമ്പോൾ 1/2j × x of k - x star of n - k. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ 1/2j വരും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയായിരുന്നു, മറന്നുപോലെ 1/j പോസിറ്റീവ് 1/j is equal to -j. അത് ഓർത്തിരിക്കണേ. 1/j equal to -j. ഇത് തെറ്റിപ്പോരുതേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിയായിരുന്നു. അപ്പോൾ ഇത് ഓർത്താണ്, ഇത് ഓർത്തിരുന്ന് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ എല്ലാം 1/2j ഉണ്ടല്ലോ. 1/2j × x of k - x star of n - k. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കേക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കണം? 0 1 2 3 കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് x2 of 0 കിട്ടും, x2 of 1 കിട്ടും, x2 of 2 കിട്ടും, x2 of 3. ഇവിടെ കോൺജുഗേറ്റ് എടുക്കാൻ മറക്കരുതേ. കോൺജുഗേറ്റ് എടുക്കാൻ മറന്നാൽ എല്ലാ ആൻസറും തെറ്റിപ്പോവും. അങ്ങനെ നമുക്ക് എന്തൊക്കെ കിട്ടി? x1 of kയും കിട്ടി, x2 of kയും കിട്ടി. അപ്പം നമ്മൾ അത് എടുത്തെഴുതി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? g of k. g of k എന്ന് പറഞ്ഞാൽ x1 of k + w2nk x2 of kയും, g of k + 1 എന്ന് പറഞ്ഞാൽ x1 of k - w2nk x2 of k ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ g of kക്ക് പകരം x of k കൊടുക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ x of n എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ x of k എന്ന് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് എഴുതിയത്. ഇവിടെ 2n എന്ന് പറഞ്ഞാൽ ഇവിടെ 2n 8 ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? W80 W81 W82 W83. ഈ ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ രണ്ടിലും വേരി ചെയ്യുന്ന ഏതാണ്? 0 to n - 1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയും കേക്ക് 0 1 2 3 എന്നിട്ട് കൊടുക്കും. അപ്പോൾ എക്സ് ഓഫ് 0ക്ക് വരാം. അപ്പോൾ എക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? x1 of 0 കാരണം x1 of k പ്ലസ് W80 x2 of 0. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 1 2 ഓരോ വാല്യൂസിനും നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ എത്ര വരെ കണ്ടുപിടിച്ചു? അതും 3 വരെ കണ്ടുപിടിച്ചു.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തപ്പോൾ x(3) വരെ കിട്ടി. ഇനി അടുത്ത എന്താ, x(k+n). k+n എന്ന് പറഞ്ഞാൽ n 4 ആണ്. അപ്പോൾ അടുത്തത് 0 + 4 ഇട്ട് ചെയ്യാം. അപ്പോൾ k = 0 to 3 വരെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടം വരെ കണ്ടുപിടിക്കണമെങ്കിൽ 0 തൊട്ട് 7 വരെ കണ്ടുപിടിക്കണമല്ലോ. ഇവിടുത്തെ നേരത്തേൽ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ കിട്ടിയ ആൻസർ സൂക്ഷിച്ച് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ x(4) 1 + 4, അത് കഴിഞ്ഞിട്ട് 2 + 4 x(6) കണ്ടുപിടിച്ചു. ലാസ്റ്റ് നമ്മൾ എവിടെ എത്തി, x(7) വരെ എത്തി. എന്നിട്ട് ആ കിട്ടിയ ഓരോന്നും നോക്കി എഴുതി. അതായത് x(0) x(k)യുടെ 0 1 2 3 4 5 6 7 വരെയുള്ള ആ വാല്യൂസ് ഓരോന്നും എഴുതിയപ്പോൾ നമുക്ക് x(k) കിട്ടി. ഇതൊന്ന് ഒന്നുകൂടെ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.